അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. മൂവാറ്റുപുഴ കോഫി വിത്ത് ബുക്കിന്റെ ആഭിമുഖ്യത്തിൽ പുസ്തക ചർച്ച സംഘടിപ്പിച്ചു. എഴുത്തുകാരൻ എസ് ഹരീഷിന്റെ ഏറ്റവും പുതിയ നോവലായ പട്ടുനൂൽപ്പുഴുവാണ് ചർച്ച ചെയ്യപ്പെട്ടത്. കോഫി വിത്ത് ബുക്ക് മൂവാറ്റുപുഴയുടെ ആഭിമുഖ്യത്തിൽ പൈനയിൽ ബേക്കറിയിൽ പുസ്തക ചർച്ച സംഘടിപ്പിച്ചു. യുവതലമുറയിലെ ശ്രദ്ധേയനായ എഴുത്തുകാരൻ എസ് ഹരീഷിന്റെ ഏറ്റവും പുതിയ നോവലായ പട്ടുനൂൽപ്പുഴുവാണ് ചർച്ച ചെയ്യപ്പെട്ടത്. ചുറ്റുപാടുകൾക്കിടയിൽ കഴിയുമ്പോഴും ഏകാന്തത അനുഭവിക്കുന്ന സാംസ എന്ന ബാലന്റെ ആത്മകഥകളും ജീവിതവുമാണ് പട്ടുനൂൽപ്പുഴുവിന്റെ പ്രമേയം. സാഹിത്യ നിരൂപകൻ PM ഷുക്കൂർ ചടങ്ങിൽ പുസ്തകം അവതരിപ്പിച്ചു. ഇതിനു മുമ്പ് ഹരീഷിന്റെ നീശ എന്ന പേരിൽ നോവൽ ഇറങ്ങിയപ്പോൾ അത് 75% വരെ വായിച്ചപ്പോൾ പോലും എനിക്ക് അതിനെക്കുറിച്ച് യാതൊരു അഭിപ്രായം ഉണ്ടായിരുന്നില്ല. കുറച്ചുകൂടി മുന്നോട്ട് പോയതിന് ശേഷമാണ് ആ നോവൽ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത്. പിന്നെ അത് പല പ്രാവശ്യം വായിക്കേണ്ട വന്നു. ഏതാണ്ട് സമാനമായ അനുഭവമാണ് ഈ പട്ടുനൂൽപ്പുഴു എന്നുള്ള പുസ്തകം വായിച്ചപ്പോഴുണ്ടായത്. കാരണം ഇതിൻ്റെ തുടക്കത്തിലുള്ള എഴുത്തും അതിൻ്റെ ഭാഷയും എല്ലാം വളരെ പരുക്കനായിട്ടുള്ളൊരു രീതിയും സാഹിത്യശോഭ ചോർന്നു പോകുന്ന തരത്തിലുള്ളതുമാണെന്ന് എനിക്ക് തോന്നിയിരുന്നു. കാരണം ഇങ്ങനെ സംഭവങ്ങൾ പരസ്പരം ബന്ധിപ്പിക്കുന്നതിനൊന്നും ഒരു ശ്രമവുമില്ലാതെ വളരെ മന്ദമായ ഒരു മന്ദമായ രീതിയിലുള്ള ഒരു ആഖ്യാനവും ഒപ്പം തന്നെ യാതൊരു ഊർജ്ജസ്വലതയില്ലാത്ത കഥാപാത്രങ്ങളുമൊക്കെ ആയിട്ട് ഇത് നമ്മുടെ അന്തരീക്ഷത്തിൽ തന്നെ ഉണ്ടായ ഒരു നോവലാണോ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആഖ്യാനം നമുക്ക് ആവശ്യമാണോ എന്ന് ഞാൻ സംശയിച്ചിരുന്നു ഇത് വായിച്ചു തുടങ്ങിയപ്പോൾ. ആദ്യം വായിച്ച് കുറേ പോവുകയും പിന്നീട് ഒന്നുകൂടെ വായിക്കുകയും അത് കഴിഞ്ഞതിന് ശേഷം മൂന്നാമത് വായിച്ച് ഏതാണ്ട് പൂർത്തീകരണത്തിൻ്റെ അടുത്തേക്ക് ഇരിക്കുകയും ചെയ്യുകയാണ് പുസ്തകം. അപ്പോൾ ഈ പുസ്തകം ഈ നോവലിസ്റ്റ് പറയുന്നത് പോലെ ശരിക്കും ഈ കാലഘട്ടത്തിൽ എഴുതപ്പെടേണ്ടത് തന്നെയാണ്. എഴുത്തുകാരൻ നസീർ അലിയാർ മോഡറേറ്ററായി. TTV HS സ്കൂൾ മലയാള വിഭാഗം അധ്യാപിക സുനിത പുസ്തകാവലോകനം നടത്തി. അധ്യാപിക ജയ, PA അബ്ദുൾ റസാഖ്, PSA ലത്തീഫ്, സമത്, ഹാരിസ് M പിള്ള, സലീം തൊടുകയിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് OET സ്കോർ ചെയ്യാൻ പറ്റി. ഈ അക്കാഡമി ചൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇത് അനേകായിരം നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം. For admissions call 7594054282.